അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ABCD parameter to Z parameter, Y parameter and H parameter. ABCD parameters are the transmission parameters. അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ABCD നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ സർക്യൂട്ടിന് ABCD കണ്ടുപിടിക്കാൻ പറയും. ആ ABCDനെ വെച്ചിട്ട് നമ്മൾ അതിനെ പലതിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ABCD എന്നുള്ള ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ആയിരിക്കും നമുക്ക് അറിയുന്നത്. Z ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി Z11 is equal to A by C. A by C Z11. Z12 is equal to delta T by C. What is delta T? T എന്ന് പറയുന്നതാണ് ട്രാൻസ്മിഷൻ. അതാണ് നമ്മുടെ ABCD എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ടിയുടെ ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ ABCD ഡിറ്റർമിനന്റ് എടുക്കണം. AD മൈനസ് BC ചെയ്താൽ ഡിറ്റർമിനന്റ് കിട്ടത്തില്ലേ? ദാറ്റ് ഇസ് ഡെൽറ്റ ടി. ഡിറ്റർമിനന്റ് എടുത്താൽ മതി. അപ്പൊ Z12 is equal to delta T by C and Z21 is equal to 1 by C. Z22 is equal to D by C. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ പോലെ ഇതിനകത്ത് ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. എല്ലാത്തിലും യൂസ് ചെയ്യുന്ന ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. ഹിയർ നമ്മൾ യൂസിങ് ദ ഡിനോമിനേറ്റർ C. ഓക്കെ, അപ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം, എന്നിട്ട് അത് തന്നെ കൺവേർട്ട് ചെയ്ത് കാണിക്കാം. Z പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. ഓൾറെഡി ABCDയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യാം? First, Z11 is equal to A by C. What is A? 2. 2 divided by 1 by 3. That is 2 into 3 എന്ന് വരില്ലേ? അപ്പോൾ 6 ആണല്ലോ. Z11 6 കിട്ടി. Z12 is equal to delta T by C. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡെൽറ്റ ടി കണ്ടുപിടിക്കണം. നോക്കിക്കോ, ഡെൽറ്റ ടി is equal to 2, 5, 1 by 3, 4 by 3. Upper determinant 2 into 4 by 3 minus 5 into 1 by 3. That is 8 by 3 minus 5 by 3. That is 3 by 3, which is 1. 1 be the determinant. Upper delta T. 1 by C is what? 1 by 3. 1 by 1 by 3 is 3. Alle, Z11I, Z12I. Then Z21 is equal to 1 by C. 1 divided by 1 by 3. Again it's 3. Then Z22 is equal to D by C. What is D? 4 by 3 by 1 by 3. Pengana 4 by 3 into 3 by 1, which is 4. 3 and 3 cancel avile 4. Appo nammade Z parameters namukku Z11, Z12, Z21, Z22. That is equal to 6, 3, 3, 4. ഇതാണ് നമ്മുടെ Z ട്ടോ. ഇതാണ് Z. കിട്ടിയാ? അടുത്ത് നോക്കിക്കോ, എഴുതിയിട്ടുള്ളത് ABCD parameter to Y parameter. ഞാൻ ഓൾറെഡി ഇക്വേഷൻ എഴുതി, ആ ക്വസ്റ്റ്യൻ തന്നെ മാറ്റി എഴുതിയിട്ടുണ്ട്. എന്താ? ABCDനെ Yലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ Y11 is equal to D by B, Y12 is equal to minus delta T by B, Y21 is equal to minus 1 by B, and Y22 is equal to A by B. അപ്പൊ ഇവിടെ ഓൾറെഡി നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാ കേട്ടോ. അതിനെ Y ആക്കി കൺവേർട്ട് ചെയ്യണം. ഡയറക്റ്റ് കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാലോ മക്കളെ, സിമ്പിൾ ആയിട്ട് ചെയ്താൽ പോരെ. ഡെൽറ്റ ടി എന്താ കിട്ടിയ? 1 അല്ലേ കിട്ടിയത്? യെസ്. അപ്പോ Y11 is equal to D by B. D എന്ന് പറയുന്ന 4 by 3 by B. എല്ലാത്തിനും ഡിനോമിനേറ്റർ എന്തായിരുന്നു? B ആണ് ഇവിടെ. 5. That is 4 by 3 into 1 by 5. That is 4 by 50. അല്ലേ? 4 by 50. And Y12 is equal to minus delta T by B. Delta T നമുക്ക് 1 ആ കിട്ടിയേ. അപ്പൊ minus 1 by 5. It's minus 1 by 5. Then Y21 is equal to minus 1 by B. That is minus 1 by B is 5. Again it's minus 1 by 5. And Y22 is equal to A by B. A by B. A യുടെ വാല്യൂ 2 ആണ്. 2 by B യുടെ വാല്യൂ 5 ആണ്. That's 2 by 5 again. That is the matrix. And Y is equal to Y11, Y12,
y21 y22. ശരിക്കും എനിക്ക് വയ്യാണ്ടായപ്പോഴേ പകുതി ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു കഴിഞ്ഞ മാസം ഒരു സ്റ്റുഡന്റ് എനിക്ക് കോൾഡ് കൊണ്ട് തന്നു പറഞ്ഞില്ലേ, അതേ സ്റ്റുഡന്റ് രണ്ടാമതും കൊണ്ട് തന്നു. ഒരാഴ്ചയായിട്ട് കിടപ്പായിരുന്നു. ഇന്നാണ് എഗെയിൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്, പഠിപ്പിച്ചു തുടങ്ങുന്ന, അക്കാഡമി കയറുന്ന ഒക്കെ. ന്യൂ ഇയർ ആയിട്ട് പോലും ജാൻ ഫസ്റ്റിന് ഞാൻ കയറിയിട്ടില്ല, December 30, 31st ഒന്നും ഞാൻ കയറിയിട്ടില്ല. ക്ലാസ്സിൽ കയറാൻ വയ്യ, എനിക്ക് അത്രയും വയ്യ. ഇപ്പം അധികം ഭയങ്കര തലകറക്കം. അപ്പോൾ ആ കോൾഡ് കൂടിപ്പോയിട്ട് തലകറക്കമായിട്ട് എനിക്കിങ്ങനെ ബോധമില്ലാത്ത പോലെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, അതാണ് അവസ്ഥ. സോ നോക്കിക്കോ, y is equal to y11, y12, y21, y22. അപ്പൊ എന്താ വരാ? y11 4/15, y12 -1/5, y21 -1/5, y22 2/5. കിട്ടിയോ? ABCD പാരാമീറ്റർ ടു ഇസഡും കഴിഞ്ഞു, വൈയും കഴിഞ്ഞു. ഇനി അടുത്തെന്താ? എച്ച് പാരാമീറ്റർ, ABCD ടു എച്ച്. നോക്കിക്കോ, അതിന് മുന്നേ ഇത് എഴുതിയെടുക്കട്ടാ. എഴുതിയിട്ടുണ്ട് ABCD parameter or the transmission parameters to H parameter, hybrid parameter. അപ്പൊ എങ്ങനെ ഹൈബ്രിഡ്? H11 is equal to B by D, H12 is equal to delta T by D, and H21 is equal to -1 by D, and H22 is equal to C by D. സിമ്പിൾ ആയിട്ട് ചെയ്യാലോ? സിമ്പിൾ അല്ലേ, ഈ ഒരു ഇക്വേഷൻ പഠിക്കേണ്ട കാര്യമേ ഉള്ളൂ. Then H11 is equal to B by D, എല്ലാം ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 5 divided by 4/3, that is 5 into 3/4 is 15/4. H11. H12 is equal to delta T by D. Delta T is 1 അല്ലേ കിട്ടിയേ? 1/4/3, that is 3/4. H21 is equal to -1 by D, -1/4/3 is -3/4. And H22 is equal to C by D, that is C is what? 1/3. 1/3 divided by 4/3, that is 1/3 into 3/4, that is 1/4. അപ്പോൾ നമ്മുടെ H പാരാമീറ്റർ, H മെട്രിക്സ് H11 12 21 22, which is എങ്ങനെ കിട്ടുക? H11 is equal to 15/4, H12 is equal to 3/4, H21 is equal to -3/4, H22 is equal to 1/4. ഓക്കെ അല്ലേ? H പാരാമീറ്ററും കിട്ടിയില്ലേ? അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ABCD പാരാമീറ്റർ ടു ഡിഫറെന്റ് പാരാമീറ്റർ കൺവേർഷൻ ലൈക്ക് Z പാരാമീറ്റർ, Y പാരാമീറ്റർ ആൻഡ് H പാരാമീറ്റർ ആണ്. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്തോ, ആൻസർ ചെയ്ത് തരാം. Then thank you.